ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. രാവിലെ 8 മണിയായപ്പോഴേക്കും നമ്മുടെ മൂത്ത കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ മദ്രസയിൽ പോയി. ഞാനും കൊച്ചും ഒന്നിച്ചാണ് കേട്ടോ എണീറ്റ് വരല്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റ് വരല്. അപ്പോൾ ഞങ്ങൾ എണീറ്റ് ഫ്രഷായി ഞങ്ങൾ രണ്ടുപേരും കൂടെയും ചായയൊക്കെ കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നേക്കണെയാണ്. അപ്പോൾ അവന് ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കൊടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം ഞാനും അവൻ്റെ ഒപ്പം ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, ഗുളിക കഴിച്ചു. അപ്പോൾ വലിയ സ്നേഹപ്രകടനമാണ് കേട്ടോ. ഇങ്ങനെ നല്ല സ്നേഹിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലോണം ഉപദ്രവിക്കുകയും ചെയ്യും കേട്ടോ ആൾ. നോക്കി നിൽക്കുമ്പോൾ ഉമ്മൻ തരും, അതുപോലെ തന്നെ നല്ല കടിയും തരും. അപ്പോൾ രാവിലെ തന്നെ ഇക്ക ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇഡ്ഡലിയുടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു, ബാക്കി മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇക്ക ഫുട്ബോളല്ല ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ആളെ രാവിലത്തെ വീഡിയോയിലൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുവിന് ഞാൻ ടി വി വെച്ച് കൊടുക്കാൻ പോവാണ്. അവൻ റിമോട്ട് കൊണ്ട് തന്നേക്കണെയാണ്. പക്ഷേ റിമോട്ട് വർക്കാവുന്നില്ല കേട്ടോ. ഇവിടെ ആഴ്ചയിൽ ഒരു റിമോട്ടെങ്കിലും വാങ്ങണം എന്നാണ് എനിക്ക് തോന്നണത്. അതുപോലെ റിമോട്ട് നമ്മൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് ദേഷ്യം വരുമ്പോൾ എടുത്ത് എറിയുകയൊക്കെ ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചൊന്നും വരില്ലല്ലോ, എപ്പോഴെങ്കിലും കൈ കിട്ടിച്ചാൽ മതി അവനെടുത്ത് എറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ട് വർക്കാവുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, അവനോട് ഇഡ്ഡലി കഴിക്കാൻ പറഞ്ഞു വെച്ചും ഞാൻ അവിടെ ഇരുന്ന് കഴിക്കണതാണ്. അവൻ തന്നെ ഇഡ്ഡലി കഴിച്ചോളൂ കേട്ടോ. ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ സാമ്പാറിൽ മുക്കിയിട്ട് തന്നെ കഴിക്കും. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നേക്കാണ്. നമുക്ക് ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ റെഡി ആക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് മട്ടൻ അറുത്ത് കൊടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇക്കടെ കൂട്ടുകാരൻ്റെ കൊച്ചുണ്ടായിപ്പോൾ ആ കൊച്ചിന് അറുത്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ മട്ടൻ കിട്ടിയിട്ടുണ്ട്. മട്ടൻ അല്ലാണ്ട് നമ്മളങ്ങനെ വാങ്ങലൊന്നുമില്ല കേട്ടോ. എവിടെന്നെങ്കിലും ഇതുപോലെ അറുത്ത് കൊടുത്ത് കിട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതവിടെ ഇരുന്ന് നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നെയ്യൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി നല്ല അത്യാവശ്യം നെയ്യുണ്ട്. അപ്പോൾ നെയ്യ് കഷ്ണമൊക്കെ ഞാൻ എടുത്തില്ല. ഞാനത് പൂച്ച കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് കൊണ്ട് കൊടുത്ത് അതിനുശേഷം നന്നായിട്ട് മട്ടൻ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ അധികം ബ്ലഡൊന്നും മട്ടൻ്റെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു മട്ടൻ്റെ ചൂരൊക്കെ പോവാനായിട്ട് വിനാഗിരി ഒഴിച്ച് ഒരു 10-15 മിനിറ്റോളം വെക്കുകയാണ്. അപ്പോൾ ഇന്ന് മട്ടൻ കറി വെക്കണോണ്ട് തന്നെ വാപ്പ കഴിക്കത്തില്ല. അപ്പോൾ മീൻ എന്തായാലും വേണം, മീനോ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മീൻ വാങ്ങിയതിരിക്കുന്നുണ്ട്, എന്നാൽ അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഇഡ്ഡലിയുടെ മാവ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കുള്ളത് കണക്കാക്കിയിട്ടാണ് കേട്ടോ അരയ്ക്കണേ. അപ്പോൾ അത് നാളത്തേക്ക് എടുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഇക്ക വന്നപ്പോൾ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഉമ്മച്ചി ആഞ്ഞിലിച്ചക്ക കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കഴിച്ച ഒരു ഓർമ്മയുള്ളൂ കേട്ടോ. കാരണം നമ്മൾക്കങ്ങനെ മോളിൽ കയറി പറിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ ഇക്കായൊക്കെ എപ്പോഴും പറയും, ഇവരൊക്കെ കുളിക്കാൻ പോണ സമയത്ത് ചെറുപ്പത്തിൽ തോടിൻ്റെ വക്കത്തൊക്കെ ആഞ്ഞിലിയുടെ മരത്തുമ്മ കയറി ഇരുന്നിട്ട് പറിച്ച് കഴിക്കും, പല്ല് പുളിക്കണ വരെ കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. വല്ല 1-2 കിട്ടി കഴിച്ചിട്ടുണ്ടാവും, വല്ല താഴെ വീണൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും നല്ല വലിയ ചുളയായിരുന്നു കേട്ടോ. ചക്ക പോലെ തന്നെ നല്ല വലിയ ചുളയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിന് ഇങ്ങനെ പുളിപ്പുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലിട്ട് അവനെ സമാധാനിപ്പിക്കാനായിട്ട് അവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ പാത്രം അവനെവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്ന് അറിയത്തില്ല. നമ്മൾ വീട് മൊത്തം നോക്കിയിട്ട് ആ പാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനതൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങി സെറ്റ് ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുക്കളയിൽ ആകെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണമായിരുന്നു. ഞാൻ അടുക്കളയിൽ അധികം കയറാത്തതുകൊണ്ട് പൊടികൾ വെക്കുന്നതും അതുപോലെ നമ്മൾ ഓരോ ഐറ്റംസ് ഇട്ട് വെക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതെല്ലാം ഓർഡറാക്കി, കുപ്പികളെല്ലാം എടുത്ത് കഴുകി നന്നായിട്ട് എല്ലാം ഓർഡറാക്കിയിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അടുക്കളയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു തൃപ്തി ആയതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാണ് കേട്ടോ. ഞാൻ ഇതിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ.
അപ്പോൾ എന്താ പറയുക, നമ്മുടെ മട്ടൻ ആവശ്യമായിട്ടുള്ള സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം നന്നാക്കി എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതേ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളിയും സവാളയും ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട്. പിന്നെ നമ്മളിതേ ഇവിടെ പെരിഞ്ജീരകം പൊടിച്ചത് തീർന്നിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയ മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. കാരണം പെരുംജീരകം പെട്ടെന്ന് ചീത്തയായി പോണ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെരുംജീരകം ഫുള്ളായിട്ടുള്ളതാണെങ്കിലും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. പൊടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, എൻ്റെ എല്ലാ കറികൾക്കും കറിവേപ്പില ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതേ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മട്ടൻ മസാല. അപ്പോൾ ഞാനത് ഇതിന് വേണ്ടിയിട്ട് മേടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരുംജീരകം പൊടിച്ചത്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതേ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. കരിഞ്ഞു പോവാതെ ചൂടാക്കി എടുക്കാം. പിന്നെ എരിവിനായിട്ട് ഞാനൊരു 3-4 പച്ചമുളകും കൂടെയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം എല്ലാം കൂടെയും ചേർത്ത് കഴിയുമ്പോൾ നല്ല സ്പൈസി ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഒരുപാട് ഗ്രേവി അല്ല. അപ്പോൾ ആ സമയമായപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവർ വരുന്നത് ആദ്യമേ അടുക്കളയിലേക്കാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കിന്ന് മദ്രസയിൽ നിന്ന് ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ മിഠായി എന്തെങ്കിലും കൊണ്ടുവരും കടയിൽ നിന്ന്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ജെല്ലി മിഠായിയാണ് കേട്ടോ. എന്താ പറയുക, സ്ട്രോബെറിയുടെയും അതുപോലെ തന്നെ മാംഗോയുടെ ഒക്കെ ജെല്ലി. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. എനിക്കിഷ്ടമുള്ള മിഠായികളൊക്കെ ആണെങ്കിൽ അവരെനിക്കും കൊണ്ടുവരും ഒരെണ്ണമായിട്ട്. അപ്പോൾ മിഠായി അപ്പം തന്നെ കഴിക്കാൻ കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുവിൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ ചോദിച്ച് നൊലോളിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മട്ടനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കഴിയുമ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ. ഇന്ന് ചോറുള്ളതുകൊണ്ട് തന്നെ കറി ആവണം നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇന്ന് നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവനും ഞാൻ കുറച്ച് വാരി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. ഇന്ന് 4 പാക്കറ്റ് ഉണ്ടായിരുന്നു. 2 പേരുടെ ചോറെടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനും കുറച്ച് കഴിച്ചു. കൊച്ചു പിള്ളേരൊക്കെ കഴിച്ചു. അതിനുശേഷം ഇക്കതേ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇക്കാക്ക് ഞാൻ കറിയും ചോറൊക്കെ എടുത്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ നല്ല ഇടിയാണ് കേട്ടോ. രണ്ടും കൂടെ നല്ല സ്നേഹമാണ്, അതുപോലെ നല്ല ഇടിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ലോണം പാത്രങ്ങളായി. കാരണം കറി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ കഴിച്ചതും എല്ലാം കൂടെ നല്ലോണം പാത്രമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത് ഇടണമൊക്കെ ഭയങ്കര എന്താ പറയുക സിമ്പിളായിട്ടൊക്കെ തോന്നും. നമുക്കൊരു പണിയില്ലാഞ്ഞിട്ട് ചെയ്യും പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ പുറമെ നല്ല പണിയാണ് കേട്ടോ. കാരണം മെയിനായിട്ട് പാത്രം കഴുകൽ തന്നെയാണ്. കുക്കിംഗ് വീഡിയോസ് എന്നെ സംബന്ധിച്ച് നല്ല പണിയാണ്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നവർക്കാണെങ്കിൽ അതൊന്നും വിഷയമല്ല കേട്ടോ. കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പുറമെ നല്ലോണം ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയണം. പുറകുവശത്ത് കുറച്ച് സ്ഥലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ വേസ്റ്റ് കളയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടുമ്പോഴേക്കും നമ്മുടെ താറാവും കോഴിയും പൂച്ചയും കാക്കയൊക്കെ വന്ന് അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശല്യങ്ങളൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ തുണി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനിൽ തുണി ഇടാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ട് തുണി കഴുകാനായിട്ട്. അപ്പോൾ വെള്ള ഡ്രസ്സൊക്കെ വെള്ളിയാഴ്ച ദിവസത്തെ വെള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് സോപ്പൊടിയിൽ മുക്കി വെക്കാണ് കേട്ടോ. അത് ഇക്ക വരുമ്പോൾ കഴുകിക്കോളും. വെള്ളയൊക്കെ അലക്കിയിട്ടുള്ളൂ കേട്ടോ. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെളിയൊന്നും പോകത്തില്ല. കാരണം അതുപോലെ നിരങ്ങിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടതിന് ശേഷം വന്നിട്ട് നമ്മുടെ അടുക്കളയുടെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ തീരും. പിന്നെ അതേ മട്ടൻ മസാല ഞാനൊരു ഒരു ബോട്ടിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. കാരണം അതൊന്നും എപ്പോഴും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ അതേ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം.
അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഏറ്റവും അവസാനം ഒരറ്റം മുതലങ്ങ് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ പണിതിട്ടപ്പോൾ ഒരുപാട് നമ്മൾ സ്ലാബ് അങ്ങ് പണിതിട്ടു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അല്ലാതെ വേറെ ആരാ ചെയ്യണേ, പിന്നെ ഇക്കണ്ടെങ്കിലാണ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മടിയാണെങ്കിലും അങ്ങ് ചെയ്യും. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ മീൻ നന്നാക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി 4 പാക്കറ്റ് ചോറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് വാപ്പാക്ക് കൊടുത്തു വിട്ടു കേട്ടോ. അതാണ് ഞാൻ പിന്നെ മീൻ നന്നാക്കാനായിട്ട് വൈകിയത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അയിലയായിരുന്നു കേട്ടോ. മീനൊക്കെ നന്നാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് തിന്നാനായിട്ട് ഇവിടെ കുറേ അതിഥികളുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ മീൻ നന്നാക്കിയ വെള്ളം കൊണ്ടുപോയി ഞാൻ കറിവേപ്പിന് ഒഴിക്കും കേട്ടോ. കാരണം കറിവേപ്പ് ഒന്നാമത് വെയിലായതുകൊണ്ടാണ് ഇവിടെ കറിവേപ്പ് ഈ പുറകുവശത്ത് നന്നാവാത്തത്. പക്ഷെ ഞാനിതിൽ ഇതുപോലെയൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് അത് നന്നായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതേ മീനൊക്കെ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കണം എന്ന്. ഇനി അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകണം, കാരണം മീൻ നന്നാക്കിയിട്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ പാത്രം കഴുകണ സോപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. പിന്നെ നമ്മൾ മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഫ്രഷായി നമ്മുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്കൊന്ന് കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി. കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഷവർമയൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇക്ക വാങ്ങലില്ല കേട്ടോ. എനിക്കതിന് 6 മാസത്തിൻ്റെ മുകളിലൊക്കെ ആയി നമ്മൾ ഷവർമയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കയുടെ കൂടെയാണ് കുടുംബശ്രീക്ക് പോകണത്. അത് കഴിഞ്ഞിട്ട് ഇക്ക വന്ന് വിളിച്ചിട്ട് വരലാണ്. അപ്പോൾ തിരിച്ചു പോകുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇന്ന് ഷവർമ വാങ്ങാം, ഇന്നത്തെ വൈകുന്നേരത്തെ സ്നാക്സ് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതിനുശേഷം വീണ്ടും പണികളിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഉച്ചയ്ക്ക് അലക്കി വെച്ചതൊന്നും വിരിച്ചിട്ടിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് കുടുംബശ്രീ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനത് വിരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കുഞ്ഞു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല, ചില സമയങ്ങളിൽ അതൊക്കെ എടുത്തിട്ട് മണ്ണിലിടും. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞാൻ ഓരോ ഹെൽപ്പിന് നിർത്തും, കാരണം വേറെ ആരും ഇല്ലല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ന് വിചാരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ നമ്മൾക്ക് ഒരു പറമ്പ് അടിച്ചു വാരാനുണ്ട്. നന്നായിട്ട് ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ഒന്ന് തീയിടണം. അപ്പോൾ ഈ തീയിടലും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം രാത്രിയാവും കേട്ടോ, സന്ധ്യയാവും. പിന്നെ നമുക്ക് നമസ്കാരവും പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അയിലക്കറി ഉണ്ടാക്കിയിട്ടോ, കാരണം വാപ്പാക്ക് വേണമല്ലോ. പിന്നെ പിറ്റേന്നത്തേക്ക് കുറച്ച് പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിറ്റേന്നത്തേക്കുള്ളതാണ്. പിന്നെ നമുക്ക് രാത്രിത്തേക്ക് മട്ടൻ കറി ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്